നമുക്കിന്ന് കരിവേപ്പില എങ്ങനെയാണ് നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നത് നോക്കിയാലോ. ഈ പ്രാവശ്യം എനിക്ക് കരിവേപ്പില കിട്ടിയപ്പോൾ ഇതുപോലെ കുറെ ഉതിരായിട്ടാട്ടോ കിട്ടിയത്. കുറച്ച് തണ്ടോടുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ കഴുകി തുടച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെയുള്ള ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കാം. വെള്ളമയം ഒട്ടും ഉണ്ടാവരുത്. ചിലർ പറയാറുണ്ട് ഇതുപോലെ വെക്കുമ്പോൾ കേടായി പോകുന്നു. അത് നമ്മൾ കഴുകിയിട്ട് വെക്കുന്ന സമയത്ത് അതിൽ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിലാണ് കേടായി പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചാൽ 1 മാസം വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റുള്ള കുപ്പി ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതിൽ നിറച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 1 മാസം വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമയമൊന്നും ഇല്ലാതെ തന്നെ സൂക്ഷിക്കണം. കറിവേപ്പില നമ്മുടെ ആരോഗ്യത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് അല്ലേ. കറിവേപ്പില നമുക്ക് സംഭാരമൊക്കെ കുടിക്കാൻ നേരത്തെ നിറയെ ചതച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. തലമുടിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു ഐറ്റമാണ് കരിവേപ്പില. ശരീരം തണുക്കാനും ഒക്കെ മോരുവെള്ളം കുടിക്കുമ്പോൾ നല്ലതാണ്. അതുപോലെ എണ്ണ കാച്ചുന്ന സമയത്ത് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കരിവേപ്പില ചട്നിയായിട്ട് പൊടിച്ച് വെച്ചാൽ കഴിക്കാം. അല്ലാതെ നമുക്ക് ചോറിന് വേണമെന്നുണ്ടെങ്കിൽ പുളിയൊക്കെ ചേർത്തൊരു ചമ്മന്തിയായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഞാനിത് വെക്കുന്ന മെത്തേഡ്, ഇതുപോലെയുള്ള നമ്മുടെ കവർ, നമ്മൾ പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലത്തെ കവർ ഉണ്ടല്ലോ, അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം നല്ലപോലെ നമ്മുടെ കവറിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കണം. ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കവറിൽ എയറൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കരിവേപ്പില കുറേ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി ഇതുപോലെ കവറൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള നമ്മുടെ നോർമൽ ബോക്സുകളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഏതായാലും മതി, അത് എടുക്കുക. അതിലേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലകൾ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരുപാട് കറിവേപ്പില ഉള്ള സമയത്ത് നമുക്ക് ഒരേ ബോക്സിൽ തന്നെ ഇതുപോലെ സൂക്ഷിക്കാം. കുറച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി വിടർത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോക്സ് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച വരെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. 2 ആഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വേറെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് അന്നന്നത്തെ കറിക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള കറിക്കൊക്കെ ഒന്ന് കറിവേപ്പില എടുത്ത് പുറത്ത് വയ്ക്കുന്ന മെത്തേഡ് കൂടെ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ തണ്ടുള്ളതാണ് ആദ്യം എടുത്തത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം, അതിലേക്ക് ഐസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് വാട്ടർ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ കറിവേപ്പില നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം കറിക്കൊക്കെ ഉള്ളത് തലേ ദിവസം എടുത്ത് പുറത്ത് വയ്ക്കും. ഇതിപ്പോൾ കൂടുതലുണ്ട്, ഞാൻ 2 ദിവസമൊക്കെ ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇല അങ്ങനെ വാടിപ്പോത്തൊന്നുമില്ല. നല്ല തണുത്ത വെള്ളത്തിലല്ലേ നമ്മുടെ ഇത് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു കരിവേപ്പില വറുത്ത് സ്റ്റോർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന വീഡിയോയും മല്ലിയില സ്റ്റോറേജ് 1 വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാനുള്ള മെത്തേഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കട്ടെ. ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില ഇപ്പം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉതിരായിട്ടുള്ളത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ കേടാകാതിരിക്കും കേട്ടോ. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല, അതാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. പിന്നെ ഐസ് ക്യൂബിൽ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം.
ഐസ് ക്യൂബിൽ ലേശം വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ആ ക്യൂബ് കുറച്ച് നേരം ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ട് ആ കരിവേപ്പില എടുത്ത് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ.